സൈബർ കുറ്റകൃത്യങ്ങൾ. ഇന്ത്യൻ IT ആക്ട് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17-നാണ്. ഇന്ത്യൻ IT ആക്ട് പ്രകാരമുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. സൈബർ ഫിഷിംഗ്. മറ്റൊരാളുടെ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എന്നിവ തട്ടിയെടുക്കുന്നതിനെ സൈബർ ഫിഷിംഗ് എന്ന് പറയുന്നു. സൈബർ സ്മിഷിംഗ്. മൊബൈൽ SMS വഴിയുള്ള ഫിഷിംഗിനെ സൈബർ സ്മിഷിംഗ് എന്ന് പറയുന്നു. സൈബർ വിഷിംഗ്. ടെലിഫോൺ വഴിയുള്ള ഫിഷിംഗ് പ്രക്രിയയെ സൈബർ വിഷിംഗ് എന്ന് പറയുന്നു. സൈബർ സ്റ്റോക്കിംഗ്. ഇന്റർനെറ്റ്, ഇമെയിൽ, ഫോൺ കോൾ, വെബ് ക്യാം ഇവയുപയോഗിച്ച് നടത്തുന്ന ഭീഷണിയെ സൈബർ സ്റ്റോക്കിംഗ് എന്നാണ് പറയുന്നത്. സൈബർ സ്ക്വാട്ടിംഗ്. ഒരു ഡൊമൈൻ നെയിം 2 പേർ അവകാശപ്പെടുന്നതിനെ സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നു. സൈബർ ട്രെസ്പാസ്. മറ്റൊരാളുടെ സിസ്റ്റത്തിൽ അയാളുടെ അനുവാദമില്ലാതെ കടക്കുന്നതിനെ സൈബർ ട്രസ്റ്റ് പാസ് എന്ന് പറയുന്നു. സൈബർ വെൻഡലിസം. സിസ്റ്റമോ അതിനോട് കണക്ട് ചെയ്ത ഏതെങ്കിലും ഭാഗം മോഷ്ടിക്കുന്ന രീതിയെയാണ് സൈബർ വെൻഡലിസം എന്ന് പറയുന്നത്. സൈബർ ഹാക്കിംഗ്. അനധികൃതമായി മറ്റൊരാളുടെ സിസ്റ്റത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം, ഡേറ്റ എന്നിവ നശിപ്പിക്കുന്നതിനെ സൈബർ ഹാക്കിംഗ് എന്ന് പറയുന്നു. സൈബർ ഡിഫേമേഷൻ. കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് തുടങ്ങിയവ ഉപയോഗിച്ചുള്ള അപകീർത്തിപ്പെടുത്തലിനെ സൈബർ ഡിഫേമേഷൻ എന്ന് പറയുന്നു. സൈബർ ഫാമിംഗ്. ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുന്ന ഉപഭോക്താക്കളെ മറ്റൊരു സൈറ്റിലേക്ക് നയിച്ച് തട്ടിപ്പ് നടത്തുന്ന രീതിയാണ് സൈബർ ഫാമിംഗ്. സൈബർ ഹൈജാക്കിംഗ്. വെബ് സെർവർ ഹാക്ക് ചെയ്ത് വെബ്സൈറ്റിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് സൈബർ ഹൈജാക്കിംഗ് എന്ന് പറയുന്നു. ഇമെയിൽ സ്പൂഫിംഗ്. ഉറവിടം മറ്റൊന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇമെയിൽ അയക്കുന്നതിന് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നു. ഇമെയിൽ ബോംബിംഗ്. ഒരു ഇമെയിലിലേക്ക് നിരവധി ഇമെയിലുകൾ തുടർച്ചയായി അയക്കുന്ന രീതിയെ ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നു. ഡാറ്റ ഡിഡ്ലിംഗ്. കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ് നടക്കുന്നതിന് മുൻപ് ഇൻപുട്ട് ഡാറ്റയിൽ മാറ്റം വരുത്തുന്നതിനെ ഡാറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നു. സ്പാമിംഗ്. ആയിരക്കണക്കിന് ഇമെയിൽ വിലാസങ്ങളിലേക്ക് ഒരേ സമയം ഇമെയിൽ അയക്കുന്ന രീതിയെ സ്പാമിംഗ് എന്നാണ് പറയുന്നത്.